നമസ്കാരം. പറഞ്ഞ വാക്കുകൾ അതേപടി പാലിച്ചാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ തുടക്കം. സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ് 3 ദിവസം ആകുന്നതിന് മുൻപ് 2 മന്ത്രിസഭാ യോഗങ്ങൾ നടക്കുന്നു. ഈ 2 മന്ത്രിസഭാ യോഗങ്ങളിലും ജനാഭിലാഷത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുമായുള്ള ഇടപഴകൽ, അത് അന്യം നിന്നുപോയ ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചതിൻ്റെ പ്രതീകമാണ്. മാധ്യമങ്ങളുമായി മനസ്സ് തുറക്കാനുള്ള മനസ്സ് തന്നെ ആർക്കും സന്തോഷം നൽകും. പത്രസമ്മേളനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക, തനിക്കെന്തെങ്കിലും മൈലേജ് കിട്ടുന്ന സമയത്ത് മാത്രം 57 മിനിറ്റ് തുടർച്ചയായി പ്രസംഗിക്കുക, എന്നിട്ട് 3 മിനിറ്റ് തന്നെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തകരെ കൊണ്ട് മാത്രം ചോദ്യങ്ങൾ ചോദിച്ച് നെഞ്ചു വിരിച്ചു പോവുക എന്ന പ്രവണതയ്ക്ക് അവസാനമായി. മാധ്യമപ്രവർത്തകർക്ക് എന്തും ഏതു നിമിഷവും ചോദിക്കാം. അവരെ കണ്ണിറുക്കി കാണിച്ചും പൊട്ടിച്ചിരിച്ചും സങ്കടപ്പെട്ടും ക്ഷോഭിച്ചുമൊക്കെ പച്ച മനുഷ്യനായി മറുപടി പറയുക, ഇതൊക്കെ അതേപടി പകർത്താൻ അനുമതി കൊടുക്കുക. ഈ കാഴ്ച തന്നെ ജനാധിപത്യം തിരിച്ചു വന്നതിൻ്റെ ആശ്വാസത്തിന് കാരണമാകുന്നു. വി.ഡി. സതീശനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വിഷയമായിരുന്നു വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നുള്ള പ്രഖ്യാപനം. വി.ഡി. സതീശൻ എന്ന് മാത്രമാണ് നമുക്കൊക്കെ അറിയാവുന്നത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വി.ഡി. എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. എന്നിട്ടും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വടശ്ശേരി ദാമോദരൻ മേനോൻ എന്ന് അപ്പൻ്റെ പേര് ഉച്ചരിച്ചത് ഉയർന്ന ജാതിബോധത്തിൻ്റെ ഭാഗമാണെന്നാണ് ആരോപണമുയർന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഉണ്ടേ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. മുസ്ലിം ലീഗിൻ്റെ അടിമയാണ്, ഇനി മുസ്ലിം സമൂഹത്തിന് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന നറേറ്റീവ് ഇവിടെ ചിലർ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതിനെതിരെയുള്ള ഒരു വിളംബരം കൂടിയായിരുന്നു മേനോൻ എന്ന പ്രഖ്യാപനം. എന്നാൽ ആ ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആർക്കും മറ്റൊരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ഉത്തരമായിരുന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് 2 പേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ. എനിക്ക് സന്തോഷമാണ്. നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ, അതുകൊണ്ടാണ്. ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. ഇതിനെന്തു മറുചോദ്യം ചോദിക്കാൻ പറ്റും? തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിനത്തിൽ തൻ്റെ പിതാവിനെ ഓർത്തതും ആ പേര് എടുത്തു പറഞ്ഞതും തനിക്ക് പിതാവിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. മാതാവിൻ്റെ പേര് കൂടി പറയാൻ കഴിയാത്തതിലാണ് ഖേദമെന്ന് പറയുമ്പോൾ ആ വിവാദം അവിടെ അവസാനിക്കുകയാണ്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനം കേരയിൽ പദ്ധതിയുടെ ഭാഗമായി തുടങ്ങിയ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനമാണ്. സിൽവർ ലൈൻ ഉപേക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദു ചെയ്യുമെന്നാണ്. സിൽവർ ലൈൻ ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്നെയായിരുന്നു. കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ് പിടിവാശി കാണിച്ചിരുന്ന പിണറായി സർക്കാരിന് അറിയാമായിരുന്നു അത് വരില്ലെന്ന്. പക്ഷെ പിടിവാശി ജയിക്കേണ്ടതുകൊണ്ട് വിജ്ഞാപനങ്ങൾ റദ്ദു ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നടക്കില്ല എന്ന് സർക്കാരിന് ഉറപ്പായിരിക്കുന്ന ഒരു പദ്ധതിയുടെ പേരിൽ ആയിരക്കണക്കിന് മനുഷ്യർ പ്രതിസന്ധിയിലായി. മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയുടെ ഉടമകൾക്ക് മാത്രമേ അവർ നേരിടുന്ന പ്രതിസന്ധി മനസ്സിലാവൂ. മഞ്ഞക്കുറ്റി ഇട്ട അന്നു മുതൽ അത്യാവശ്യം വന്നാൽ പോലും വീടോ സ്ഥലമോ വിൽക്കാൻ കഴിയില്ല. അവർക്ക് ബാങ്ക് ലോൺ കിട്ടില്ല. അവരുടെ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ അവർക്ക് ധനം സമ്പാദിക്കാൻ കഴിയില്ല. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോലും ലോൺ എടുക്കാൻ കഴിയില്ല. കാരണം ഇത് സർക്കാർ വകഞ്ഞു വെച്ചിരിക്കുന്ന ഭൂമിയാണ്. ഈ ഭൂമിയുടെ അവകാശം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്നാണ് ആ ജനതയെ ഇന്നലെ ഒരു ഉത്തരവിലൂടെ മോചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ലഡു കൊടുത്ത് ആഘോഷിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്ക് കഴിഞ്ഞ കുറേ ദിവസമായി തൻ്റെ മുഖത്തെക്കുറിച്ചൊരു ആത്മവിശ്വാസമില്ല. താൻ കണ്ണാടിയിൽ നോക്കുന്നുണ്ടോ എന്ന് മക്കൾ പോലും ചോദിക്കുന്നു എന്നാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ പരാതി. അതുകൊണ്ട് തന്നെ ഇന്നലെ അദ്ദേഹം സൂക്ഷ്മതയോടെയാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുകയാണ്, അതിന് കേരയിൽ ഞങ്ങൾ നേരത്തെ തന്നെ നിർത്തിയിരുന്നല്ലോ എന്ന്. സിൽവർ ലൈൻ മുമ്പ് തന്നെ വഴിക്ക് വെച്ച് നിർത്തി പോയതാണല്ലോ. കാരണം അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയില്ല. കേരളത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിശക്തിയായിട്ട് അന്നും ശക്തിയായിട്ട് നിർത്തു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പരിപാടി, ഒരു കേരളത്തിൻ്റെ വളർച്ച ഒരു 25 വർഷം അപ്പുറത്തേക്ക് കണ്ട് പ്ലാൻ ചെയ്ത പ്രവർത്തനമാണ് വഴിക്ക് വെച്ച് തടസ്സപ്പെട്ട് നിന്നുപോയത്. അതിപ്പോഴും പൂർണ്ണമായിട്ട് നിർത്തുന്നുവെന്ന് മാത്രമേ അതിൻ്റെ ഭാഗമായിട്ട് പറയാൻ. കേരയിൽ ഇല്ല എന്ന് ഉറപ്പായിരുന്നെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ടാണ് ആ വിജ്ഞാപനങ്ങൾ റദ്ദ് ചെയ്യാതിരുന്നത്? പാവപ്പെട്ട മനുഷ്യരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്താനോ?
കീഴടങ്ങാൻ മനസ്സില്ലാത്തതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതാണോ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്നത്? ഈ വിജ്ഞാപനങ്ങൾ നേരത്തെ തന്നെ റദ്ദു ചെയ്തിരുന്നെങ്കിൽ ആ മനുഷ്യർ പകയോടെ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുമായിരുന്നോ? ഇപ്പോഴെങ്കിലും അതൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഇ പി ജയരാജനോ മറ്റു പാർട്ടി സഖാക്കൾക്കോ മനസ്സിലായിട്ടില്ല. ഇ പി ജയരാജൻ ഇങ്ങനെ എഴുതി: കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് നാഷണൽ ഹൈവേ 66 ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും മെട്രോ പദ്ധതിയും ഒന്നും ഉപേക്ഷിക്കരുത്. വിഴിഞ്ഞം പോർട്ടും അവസാനിപ്പിക്കരുത് എന്ന് വിനയപുരസ്കരം അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിൽ നാഴികക്കല്ലാവുന്ന പദ്ധതിയാണ് കേരയിൽ. കേരയിൽ ഉപേക്ഷിക്കാൻ മന്ത്രിസഭ എടുത്ത തീരുമാനം കേരള ജനതയോടുള്ള വഞ്ചനയാണ്. ഇത്തരത്തിൽ വികസന മുരടിപ്പ് നാടിനെ വീണ്ടും പുറകോട്ട് നയിക്കാൻ ഉപകരിക്കൂ. പദ്ധതികൾ നിർത്തലാക്കുന്നതിന് പകരം ആവശ്യമായ ഭേദഗതികൾ വരുത്തി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്നും യു-ടേൺ അടിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നതല്ല. CPM-ൽ മനുഷ്യത്വമുള്ള അപൂർവ നേതാക്കളിൽ ഒരാളാണ് ഇ പി ജയരാജൻ. ജയരാജേട്ടനോട് പറയാനുള്ളത്, ദയവായി പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ച് പാർട്ടിയുടെ ലൈൻ എടുക്കുക. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കേരയിൽ ഞങ്ങൾ പണ്ടേ ഉപേക്ഷിച്ചതാണ് എന്നാണ്. പണ്ടേ ഉപേക്ഷിച്ച ഒരു പദ്ധതിക്ക് വേണ്ടി ദയവായി മുറവിളി കൂട്ടരുത്. ജയരാജേട്ടൻ പറഞ്ഞ മറ്റു മഞ്ഞക്കുറ്റികളുടെ കാര്യമുണ്ടല്ലോ, നാഷണൽ ഹൈവേയുടെയും ഗെയിൽ പൈപ്പ് ലൈനിൻ്റെയും വിഴിഞ്ഞം പോർട്ടിൻ്റെയും കണ്ണൂർ എയർപോർട്ടിൻ്റെയും ഒക്കെ മഞ്ഞക്കുറ്റികൾ അതിപ്പോൾ നമ്മുടെ അടിമ സഖാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. വി ഡി സതീശൻ ആ മഞ്ഞക്കുറ്റികളും പിഴുതെറിയുമെന്നാണ് അവരുടെ ആശങ്ക. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളൊട്ടും ആശങ്കപ്പെടേണ്ടതില്ല. ഈ മഞ്ഞക്കുറ്റികളൊന്നും നിങ്ങളിട്ടതല്ല. ദേശീയപാതയുടെ മഞ്ഞക്കുറ്റി മോദി സർക്കാർ ഇട്ടതാണ്. വിഴിഞ്ഞം പദ്ധതിയുടെയും കൊച്ചി മെട്രോയുടെയും കണ്ണൂർ എയർപോർട്ടിൻ്റെയും മഞ്ഞക്കുറ്റി ഇട്ടത് ഉമ്മൻചാണ്ടിയായിരുന്നു. അവരിട്ട മഞ്ഞക്കുറ്റി കൃത്യസ്ഥാനത്താണ് എന്നതുകൊണ്ടാണ് അത് പിഴുതെറിഞ്ഞ് കളയാൻ ഏകാധിപതിയായി പിണറായി വിജയൻ സാധിക്കാതെ പോയത്. പിന്നെ മോദിയുടെ മഞ്ഞക്കുറ്റിയുടെ കാര്യം പറയുക വേണ്ട. ആ പരിസരത്തോട് പോയാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. മോദി മഞ്ഞക്കുറ്റി ഇട്ടാൽ ആ പണി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അത് പറിച്ചു കളയാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലാം എന്ന് സഖാക്കൾ വിചാരിച്ചാൽ നടക്കില്ല. എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മോദിയുടെയും ഉമ്മൻചാണ്ടിയുടെയും വികസന നേട്ടങ്ങളുടെ പേരിൽ വോട്ട് നേടാൻ ശ്രമിച്ചത് എന്ന് ജനങ്ങൾക്ക് പിടികിട്ടിയിട്ടും ജയരാജന്മാർക്ക് പിടികിട്ടിയിട്ടില്ല. സ്വന്തമായ ഒരു പദ്ധതിയും തുടങ്ങാതെ ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാർ തുടങ്ങി വെച്ച പദ്ധതിയുടെ പൈതൃകം ഏറ്റെടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചു. സ്വന്തമായി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മാത്രം മനസ്സിൽ കരുതിയ ഈ കേരയിൽ പദ്ധതിയായിരുന്നു. അതിനെ ജനങ്ങൾ എതിർത്തത് അത് പാരിസ്ഥിതികമായും സാമൂഹികമായും സാമ്പത്തികമായും നഷ്ടമായതുകൊണ്ടാണ്. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതം വഴിയാധാരമാക്കിക്കൊണ്ടായിരുന്നു ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. അവരുടെ അടുക്കളയിലും കിടപ്പുമുറിയിലും വരെ നിങ്ങൾ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചു. ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ ആ പാവപ്പെട്ട മനുഷ്യരെ വലിച്ചെഴിച്ചുകൊണ്ട് ജയിലിലടച്ചു. അവരെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തി. അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കി നാടിൻ്റെ വികസനം ഉറപ്പിക്കാനായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്കൊരു പഠന റിപ്പോർട്ടെങ്കിലും നടത്തുമായിരുന്നു. എത്ര രൂപ ചെലവാകും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഇതിൻ്റെ പദ്ധതി രേഖ ഉണ്ടാക്കിയത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കമ്മീഷൻ കൈപ്പറ്റാൻ വേണ്ടി ചില ഉഡായിപ്പുകാരായിരുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഇതിൻ്റെ പേരിലുള്ള പർച്ചേസും അതിന് കമ്മീഷനും മാത്രമായിരുന്നു. അല്ലെങ്കിൽ അപ്രായോഗികമായ പദ്ധതിയുമായി സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയാത്ത ബജറ്റിൽ, സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയാത്ത പാരിസ്ഥിതിക ആഘാതത്തിൽ, സാമൂഹിക ആഘാതത്തിൽ ഇത് നടത്താൻ ശ്രമിക്കുമായിരുന്നില്ല. സംസ്ഥാനത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് വമ്പൻ മതിൽ കെട്ടി ഉയർത്തി വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലായിരുന്നു ഈ പദ്ധതി വിഭാവന ചെയ്തത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ തിരസ്കരിച്ചത്. അതുകൊണ്ടാണ് കേന്ദ്രം ഇതിന് അനുമതി നൽകാതെ പോയത്. അതിനർത്ഥം നിങ്ങൾ പറയുന്നത് പോലെ വികസനം ഇല്ലാതാക്കുന്നുവെന്നല്ല. ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ കേരളത്തിന് പറ്റിയ വികസന പദ്ധതികൾ കൊണ്ടുവരും. പ്രത്യേകിച്ച് സ്പീഡ് റെയിൽ. കേരളത്തിന് അതിൻ്റേത് സ്പീഡ് റെയിൽ ആവശ്യമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം വി ഡി സതീശനുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ ഇറങ്ങുന്നത് അഴിമതിക്ക് വേണ്ടിയല്ല, കൃത്യമായ പദ്ധതിയിട്ട് നാടിനെ രക്ഷിക്കാനാണ്. നിങ്ങൾ കാത്തിരുന്നോളൂ. ഓടിളക്കി ഇറങ്ങി വന്നവനല്ല പുതിയ ഭരണാധികാരി. അതുകൊണ്ട് തന്നെ പറഞ്ഞതൊക്കെ ചെയ്യും. കേരളം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ.